പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. മറ്റന്നാൾ ബുധനാഴ്ച യുഎസും ഇറാനുമായി ഒരു രണ്ടാം ഘട്ട ചർച്ച നിശ്ചയിച്ചിരുന്നു ഇസ്ലാമാബാദിൽ. പക്ഷേ ഇനി ആ ചർച്ച നടക്കുന്ന യാതൊരു പശ്ചാത്തലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണമായി വരുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. യുഎസുമായി ഇനിയൊരു കരാറിനുമില്ലെന്നും യുദ്ധത്തിൽ തയ്യാറാണെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ അമേരിക്ക ഒമാനിൽ വെച്ച്, ഒമാന്റെ കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ്. വെടിവെച്ചാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത് എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കപ്പൽ. ഇവിടെ ഉപരോധം അമേരിക്കയുടേതുണ്ട്, നമുക്കറിയാം. ഈ ഉപരോധം ലംഘിച്ചാണ് കപ്പൽ വന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാരോപണം. അത് നിർണായകമായി മാറുന്നുണ്ട് താനും. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഈ വിഷയങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. കപ്പലിനെ വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രയും വേഗം കരാർ തയ്യാറായില്ലെങ്കിൽ ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണിയായി ഇപ്പോൾ പുറത്തു വരുന്നത്. ലെബനനിലും ആക്രമണം തുടരുന്നുണ്ട് എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധാനം അകന്നകന്നങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ച മറ്റന്നാൾ നടക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ അതും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. രഞ്ജിത്ത്, ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് ഈ തിങ്കളാഴ്ച നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളായിരുന്നു പരക്കെ പ്രചരിച്ചിരുന്നത്. അപ്പോൾ അമേരിക്കൻ സംഘം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. എന്നാൽ ഒരു ദിവസം മുൻപ് വരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ലാതിരുന്നതാണ്. എന്നാൽ ഇന്നലെ പെട്ടെന്ന് തന്നെ അമേരിക്ക ഈ ചർച്ചയ്ക്കുള്ള മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുന്നു. ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചത് JD വാൻസും സംഘവും അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു, നാളെ വൈകുന്നേരത്തോടെ പാകിസ്ഥാനിലെത്തും എന്നൊക്കെയാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരികയാണ്. അതായത് യുഎസിന്റെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അവസാനിപ്പിക്കാതെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകില്ല എന്ന് പൂർണ്ണമായി അവർ വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ട്രംപ് തന്റെ സ്വരം കുറച്ചുകൂടി കടുപ്പിച്ച് ട്രൂത്ത് സോഷ്യലിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് IRGC ഇപ്പോഴും ടഫ് ഗായ് കളിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഞാൻ ഇപ്പോൾ ഈ നൈസ് ഗായ് വേർഷനിൽ നിന്ന് ഒന്ന് മാറുകയാണ്. ഇറാന് അവർ അർഹിച്ച മറുപടി തങ്ങൾ കൊടുക്കും. ഇപ്പോൾ അവരൊരു പെട്ടെന്ന് തന്നെ ഒരു കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കും എന്നുള്ള തൻ്റെ പഴയ ഭീഷണി ട്രംപ് ആവർത്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചതായിട്ടും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ചില ഫ്രഞ്ച് കപ്പലുകളും അതുപോലെ UK-യുടെ കപ്പലുകളെയും ഇറാൻ ആക്രമിച്ചതായിട്ടും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വരെ ഇറാന്റെ വെടിവയ്പുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യമാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇതിനുശേഷവും ഇത്തരമൊരു ഭീഷണിക്ക് ശേഷവും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നില്ല. എന്നാൽ അമേരിക്കൻ സംഘം ഇന്നലെ തന്നെ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവർ ഇന്ന് വൈകുന്നേരത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചാണ് ഇത്തരമൊരു ആക്രമണം നടന്നതെന്നാണ് വിവരം. ഈ കപ്പൽ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് US സൈന്യം ഈ കപ്പലിനെ പിടിച്ചെടുത്തതെന്ന് ട്രംപ് പിന്നീട് തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി അറിയിക്കുകയായിരുന്നു. ഏതാണ്ട് 900 അടി നീളമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പലാണ് ഇറാന്റേതായി ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം US തകർത്തതായിട്ടും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. ഇതിന് വളരെ കടുത്ത പ്രതികരണം തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി അദ്ദേഹം വ്യക്തമാക്കുന്നത് US-മായി ഇനി തങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല, തങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് അബ്ബാസ് അറക്ചി പറയുന്നത്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ച പരാജയപ്പെടുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദി US ആണെന്നും അബ്ബാസ് അറക്ചി പറയുന്നു. അതിന് പിന്നാലെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കൂടി വരികയാണ്. IRGC വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇറാൻ US-മായി ഇനി യാതൊരുവിധ സമവായത്തിനുമില്ല, തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് IRGCയുടെ പ്രസ്താവന. തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്ത് അതിൻ്റെ
എഞ്ചിൻ റൂം തകർത്ത US-ന് ചുട്ട മറുപടി തന്നെ കൊടുക്കുമെന്നും IRGC വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഇറാന്റെ കപ്പൽ നിലവിൽ US-ന്റെ പക്കലാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. സംഘർഷങ്ങൾ ഇപ്പോൾ വീണ്ടും കലുഷിതമാകുമോ എന്നുള്ള സൂചനകളാണ്, എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. എന്തായാലും ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറിയതായി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സംഘം ഇന്ന് വൈകുന്നേരത്തോടെ പാകിസ്ഥാനിൽ എത്തുകയും ചെയ്യും. അതിനുശേഷം പിന്നെ എന്ത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ഈ വരുന്ന ബുധനാഴ്ച അവസാനിക്കുകയാണ്. അതിനുശേഷം ഒരു ആക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമോ എന്നുള്ളതും വലിയൊരു സംശയം കൂടിയാണ്. ഇന്നലെ ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ ഹോർമുസിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, ഒരു കപ്പലുകളെയും ഹോർമുസ് കടക്കാൻ ഇനി അനുവദിക്കില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. മാത്രമല്ല, സംഭവിക്കുന്നത് ഉപരോധം, അമേരിക്കയുടെ ഉപരോധം അവിടെ തുടരുന്നു ഹോർമുസിൽ. അതൊരു തരത്തിലും ഇറാനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഇറാൻ ആ ഉപരോധം പിൻവലിക്കണമെന്ന് പറയുന്നു. കപ്പലുകൾ പിടിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്ക പോകുന്നു. ഇറാന്റെ മറുഭാഗത്താകട്ടെ ഇറാൻ പുതിയ ബില്ലുകളടക്കം പാർലമെന്റിൽ കൊണ്ടുവരാൻ പോകുന്നു. ഇസ്രായേലിന്റെ കപ്പലിന് ഹോർമുസിലൂടെ പ്രവേശനം ഉണ്ടാകില്ല എന്ന തരത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രകോപനങ്ങൾ സംഭവിക്കുകയാണ്. അത് ചർച്ചകളെ കൂടി ബാധിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇറാൻ പ്രസിഡന്റിനെയും മറ്റുമൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ പലരും ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു തരത്തിലും സമാധാനത്തിന് കാരണമാകുന്നില്ല. ഈ മറ്റന്നാൾ കഴിഞ്ഞാൽ വെടിനിർത്തൽ ദിവസം കൂടി പൂർത്തിയാകുന്ന പശ്ചാത്തലമുണ്ട്, 10 ദിവസത്തെ. അത് കഴിയുമ്പോൾ എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയല്ലേ ശരിക്കും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ? തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കടുംപിടുത്തങ്ങൾ, ട്രംപിന്റെ ഒരു പലതരത്തിലുള്ള വാശി, ഇതെല്ലാമാണ് നിലവിൽ ഈ സംഘർഷങ്ങളിലേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ വെടിനിർത്തൽ കാലയളവിൽ പൂർണ്ണമായിട്ടും ഹോർമുസ് തുറക്കും എന്ന് ഇറാൻ അറിയിച്ചതിന് ശേഷവും അമേരിക്ക തങ്ങളുടെ ഉപരോധം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ഇറാന് നേരെയുള്ള അമേരിക്കൻ ഉപരോധം തുടരും എന്ന് തന്നെയാണ് ട്രംപ് പിന്നീട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഇറാൻ വീണ്ടും ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കുകയും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ വെടിയുതിർക്കുകയും വരെ ചെയ്തത്. അതുപോലെ ഇപ്പോൾ അതിനുശേഷം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയൊരു പ്രകോപനം വന്നത് ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ്. 900 അടി നീളമുള്ള വലിയ ഒരു ചരക്ക് കപ്പലാണ് പിടിച്ചെടുത്തത്. ട്രംപ് തന്നെ ട്രൂ സോഷ്യൽ വഴി വ്യക്തമാക്കുന്നത് ഈ കപ്പൽ നിലവിൽ സെൻട്രൽ കമാൻഡിന്റെ കസ്റ്റഡിയിലാണ്. ഈ കപ്പലിൽ എന്താണ് ഉള്ളതെന്ന് US പരിശോധിക്കും. ഇതിനു മുൻപേ പലതവണ ഈ ഗൾഫ് ഓഫ് ഒമാനും ഹോർമുസ് കടലെടുക്കും ഇറാൻ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടും ഉപയോഗിച്ചു വന്നിരുന്നതാണ്. ഈ കപ്പലിൽ എന്താണ് എന്നുള്ളതിന്റെ വിശദ പരിശോധന തങ്ങൾ നടത്തും എന്ന് തന്നെ ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അതിനിടെയാണ് ഇറാനിൽ മറ്റ് ചില കാര്യങ്ങൾ രഞ്ജി സൂചിപ്പിച്ചതുപോലെ സംഭവിക്കുന്നത്. അതായത് ഇറാൻ പാർലമെന്റിൽ ഒരു ബില്ല് ഒരുങ്ങുകയാണ്. ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി IRGCയുടെ പക്കൽ വന്നുകൊണ്ട് ഈ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ ഒരിക്കലും ഹോർമുസ് കടത്താതിരിക്കാനുള്ള ഒരു പ്രത്യേക ബിൽ നിലവിൽ ഈ ഇസ്രായേൽ കപ്പലുകളെയും അതുപോലെ തന്നെ US കപ്പലുകളെയും നിലവിലാണെങ്കിലും ഈ ഇറാൻ കടത്തിവിടുന്നില്ല. ഇത് പ്രത്യേക യുദ്ധ സാഹചര്യം പരിഗണിച്ചാണ്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും, അതായത് ഇറാന്റെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ ഹോർമുസ് കടലെടുക്ക് വഴി കടത്തിവിടില്ല എന്ന് തന്നെയുള്ള ഒരു ബില്ലാണ് ഇറാന്റെ പാർലമെന്റിൽ ഒരുങ്ങുന്നത്. അതിനുള്ള വോട്ടെടുപ്പ് ഉൾപ്പെടെ ഇനി വരും ദിവസങ്ങളിൽ നടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷം ഇറാൻ ദേശീയ കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാനുള്ള അനുമതി ഉണ്ടാകൂ. അല്ലാത്ത പക്ഷം ഇത്തരം കപ്പലുകളെ ഹോർമുസ് വഴി കടത്തിവിടില്ല എന്ന് തന്നെയാണ് നിലവിൽ ഇറാൻ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ലെബനനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടായിരുന്നു. ആ ഒരു വെടിനിർത്തൽ അനുസരിച്ച് നാളെ ചർച്ചകൾ US-ൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അതിനിടെ ലെബനനിൽ പലതരത്തിലുള്ള വെടിനിർത്തൽ ലംഘനവും നടക്കുന്നു എന്നതാണ് വിവരം. ഇന്നലെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഈ സമാധാനത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ലോകരാജ്യങ്ങൾ കണ്ടിരുന്നത് ഈ ലെബനനിലുണ്ടായ വെടിനിർത്തൽ കരാറാണ്. ഇസ്രായേൽ ലെബനനും തമ്മിൽ. ലെബനെ ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതിനെ പ്രശംസിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ലെബനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുക കൂടി ചെയ്താൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം താൻ 10ാമത്തെ യുദ്ധവുമൊക്കെ അവസാനിപ്പിച്ചു എന്ന് ട്രംപിന്റെ അവകാശവാദവും പൊളിയുകയാണ്. ലബനനിൽ കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ കൂടി യുദ്ധത്തിലെത്തും. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന തരത്തിൽ. അങ്ങനെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ.
ശരിക്കും അങ്ങനെ തന്നെയാണ്. മുൻപ് പശ്ചിമേഷ്യയിൽ എങ്ങനെയാണോ ഈ സംഘർഷങ്ങൾ തുടർന്നിരുന്നത്, ആ ഒരു ദിശയിലേക്കാണ് വീണ്ടും പോക്ക് എന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇതിനു മുൻപേ ഈ പശ്ചിമേഷ്യയിൽ ഈ ഇറാൻ, അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേൽ സംഘർഷമുണ്ടായിരുന്നു. ലെബനനിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ലെബനനിൽ ഇപ്പോൾ മുൻപൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇസ്രായേലിന്റെ സജീവമായിട്ടുള്ള വെടിവെപ്പും ബോംബിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അതായത് വെടിനിർത്തൽ ഉണ്ടായതിന് ശേഷവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സജീവമായി ലെബനനിൽ ആക്രമണം നടന്നിരുന്നു. ഇതിനെതിരെ ഹിസ്ബുള്ള തന്നെ അവരുടെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതായത് ഇസ്രായേൽ ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘനം തുടരുകയാണെങ്കിൽ തങ്ങളും കൈകെട്ടി വെറുതെ ഇരിക്കില്ല. 2024 സമാനമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. അന്നും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോൾ തങ്ങൾ വെടിനിർത്തൽ പാലിച്ചു. എന്നാൽ ഇസ്രായേൽ അന്നും വെടിനിർത്തൽ ലംഘനം തുടരുകയാണ് ചെയ്തത്. അതുതന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. തുടർന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഫ്രഞ്ച് സൈനികന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതിനുശേഷമാണ് നിലവിൽ ഇസ്രായേൽ മേഖലയിൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത്. ചില നഗരങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ടുള്ള വ്യാപക ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് വിവരമുള്ളത്. തെക്കൻ ലെബനനിൽ ഇതുവരെ 4 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഈ വെടിനിർത്തൽ ഉണ്ടായതിന് ശേഷം ഇപ്പോൾ ബെയ്റൂട്ട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്ന, പാലായനം ചെയ്തിരുന്ന ജനങ്ങൾ ഉൾപ്പെടെ തിരിച്ചു വന്നിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. വലിയ സന്തോഷമുണ്ടാക്കുന്ന, ആശ്വാസമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ജനങ്ങൾ, വീട് വിട്ടുപോയ ജനങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും സംഘർഷം മൂർച്ഛിക്കുന്നു. ലെബനനിലും ഈ ആക്രമണങ്ങൾ കടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലെബനനിലെ സാഹചര്യം ഏതായാലും വലിയ തരത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. കപ്പലുകൾ പിടിച്ചെടുക്കുന്നു. അമേരിക്ക അടക്കമുള്ള അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് യുദ്ധത്തിന് തയ്യാറാകുന്നു. ഇറാനും വിട്ടുകൊടുക്കാത്ത പശ്ചാത്തലമാണ്. ഏതായാലും ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. അത് എന്താക്കും പശ്ചിമേഷ്യയിലെ താൽക്കാലിക സമാധാന അന്തരീക്ഷം എന്നുള്ളത് നമ്മളിനി കാത്തിരുന്ന് കാണണം.